പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്പം വലിയ വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. നിമിഷപ്രിയ തലാലിനെ കൊത്തി നുറുക്കിയോ? നിമിഷപ്രിയ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണോ, കൊലപാതകിയാണോ? കൊലപാതകിയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിമിഷപ്രിയ അത് ചെയ്തത്? എന്തിനാണ് ഇത്രയും ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലിട്ട, നൂറുകണക്കിന് കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കി വാട്ടർ ടാങ്കിലിട്ട നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് മലയാളികൾ നമ്മൾ ശ്രമിക്കുന്നത്? കുറ്റവാളിയാണ് എന്നുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് കാന്തപുരം ഇതിൽ ഇടപെടുന്നത്? അതുപോലെ കുറേ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അല്പം ദൈർഘ്യം കൂടിയേക്കാം, മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക, സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണം വെക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാർജയിൽ അതുല്യ എന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാവും. മീഡിയകൾ അതൊക്കെ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്, വാർത്തയായി ചെയ്യുന്നുണ്ട്. ഈ അതുല്യ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരു പെൺകുട്ടിയാണ്. ഏത് വിധേനയാണ് എന്ന് പല വീഡിയോകളും പുറത്തു വന്നു കഴിഞ്ഞു. അവസാനം അതുല്യ ആത്മഹത്യ ചെയ്തപ്പോൾ ഭർത്താവിൻ്റെ നാടകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതും നമ്മൾ കണ്ടു, എല്ലാം ചെയ്തു. ഒരുപാട് വീഡിയോകൾ അതിനെ അടിക്കാൻ വേണ്ടി സ്റ്റൂളെടുത്ത് പൊന്തിക്കുന്നു മറ്റുമൊക്കെ നമ്മൾ കണ്ടു. നല്ല ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു ഭർത്താവിനെയും പിന്നെ നമ്മൾ കണ്ടു. ഏതായാലും അയാളുടെ ജോലി നഷ്ടപ്പെട്ടു എന്നും കേസാകുന്നു എന്നും പാസ്പോർട്ട് പിടിച്ചെടുത്തു എന്നും ഒക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഷാർജ പോലീസ് കേസെടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇവിടെ ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ച് വർഷങ്ങളായി ഇയാളുടെ പീഡനങ്ങൾ സഹിച്ച് കഴിയുന്ന ഈ അതുല്യ അവളുടെ ഭർത്താവിനെ കൊന്നിരുന്നുവെങ്കിൽ, ഇത് സഹിക്കാൻ വയ്യാതെ ഈ പറയുന്ന ഭർത്താവിനെ കൊന്നിരുന്നുവെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ വാർത്തയെ ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ആയിരിക്കുമോ, മറ്റേതെങ്കിലും വിധത്തിലായിരിക്കുമോ? അവിടെ കൊലപാതകിയായിട്ടല്ലേ നമ്മൾ അതുല്യെ കാണുന്നത്? ഈ ഭർത്താവ് ഒരു നിരപരാധിയായി മാറില്ലേ ആ സമയത്ത്? യഥാർത്ഥത്തിൽ പീഡനം എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ ഒരുപാട് സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നതായിട്ട് നമ്മൾ പരാതികളും മറ്റു കേസുകളും വരാറുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീ പീഡിപ്പിക്കുന്ന കാര്യമാണ് എന്ന് പലപ്പോഴും പല വാർത്തകളുടെ പിന്നാമ്പുറം തേടി പോകുമ്പോൾ നമുക്ക് തോന്നിയിട്ടുമുണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക പക്ഷം ചേരുകയല്ല, അത്തരത്തിലുണ്ടാകാം എന്നതുകൂടിയാണ്. ഇവിടെ നിമിഷപ്രിയ എന്തിന് തലാലിനെ കൊന്നു എന്ന് സംസാരിക്കുമ്പോൾ ചില പഴയ കാര്യങ്ങളിലൂടെ, നിമിഷപ്രിയ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. 2020 നിമിഷപ്രിയ മനോരമയോട് ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അന്ന് പങ്കുവച്ച കഥയിൽ ഇന്നത്തെ പ്രചരിക്കുന്ന കഥകളും ഇന്ന് നിമിഷപ്രിയ പറയുന്ന കഥകളുമായി ഒരുപാട് പൊരുത്ത വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് തലാലിൻ്റെ കുടുംബത്തെ അത് ബാധിക്കുക, അവർ പ്രകോപിപ്പിക്കുകയും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകാതിരിക്കുകയും ചെയ്യില്ലേ എന്ന്. ഒരിക്കലുമില്ല. അവർ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ള പാകതയും പക്വതയുമുള്ള ആൾക്കാരാണ്. അവരെല്ലാം സശ്രദ്ധം അവർ വീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുള്ളത് കൊണ്ട് ഏത് വിധേന പറഞ്ഞാലും അത് അവർ തിരിച്ചറിഞ്ഞുകൊള്ളും. അവർക്ക് എല്ലാ കഥകളും അറിയാം. ഞാൻ ഈ പറയുന്ന കഥകളെല്ലാം അവർക്ക് വ്യക്തമായി അറിയാം. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അറിയാം. നമുക്കറിയാവുന്നത് മനോരമ പുറത്തുവിട്ടിട്ടുള്ള അന്നത്തെ റിപ്പോർട്ടും ആ ഇൻ്റർവ്യൂവും അതുപോലെ നിമിഷപ്രിയ പറഞ്ഞ കഥകളും ഇപ്പോൾ പ്രചരിക്കുന്ന കഥകളുമാണ്. പക്ഷേ യമനിൽ അതിനേക്കാളും വലിയ സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറീസുകളൊക്കെ അവർക്കറിയാം. അതിനേക്കാൾ വലുതല്ല നമ്മൾ പറയുന്ന കഥകൾ. അത്തരം വലിയ കഥകൾ മനസ്സിലേറ്റി നിൽക്കുന്ന അവർ പിന്നെ എന്തുകൊണ്ടാണ് മനം മാറിയത്? അതായത് നിമിഷപ്രിയ തലാലിനെ കൊന്നു എന്നും കഷങ്ങളാക്കി മുറിച്ചു എന്നതും തെളിഞ്ഞ കാര്യമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ മനം മാറി വധശിക്ഷ ഒരല്പം നീട്ടിവെച്ചത്? കാന്തപുരം പറഞ്ഞിട്ടാണ്. അത് പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് എന്ന ലോക മുസ്ലിങ്ങളിൽ ഒരു വ്യക്തമായ ഒരു സ്ഥാനമുള്ള ഒരു പണ്ഡിതൻ, ഒരു ആത്മീയ നേതാവ്, അത്തരത്തിലുള്ളൊരു നേതാവ് യമനിലെയും പല നേതാക്കളുടെയും പ്രിയപ്പെട്ടവരാണ്. യമനിലും കാന്തപുരം ഉസ്താദിന് ഒരുപാട് ശിക്ഷകണങ്ങളുണ്ട്. അവിടുത്തെ വലിയ പ്രമുഖരായിട്ടുള്ള പല ആത്മീയ നേതാക്കളും കാന്തപുരത്തിൻ്റെ ശിഷ്യനും സുഹൃത്തുക്കളും ഒക്കെ ആണ് എന്നതുകൊണ്ട് മാത്രമല്ല, കാന്തപുരത്തിൻ്റെ അനുയായികൾ പലരും യമനിൽ ഇപ്പോഴും പണ്ഡിതന്മാരായി അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ആത്മീയ ബന്ധമുള്ള ഒരു വ്യക്തി, യമനുമായി മതപരമായി ആത്മീയ ബന്ധമുള്ള ഒരു വ്യക്തി പറയുമ്പോൾ, അവരുടെ നിർദ്ദേശം വരുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുന്നത് വരെ വധശിക്ഷ നടപ്പിലാക്കണ്ട എന്ന് തലാലിൻ്റെ കുടുംബം പറയുന്നത്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് അത് മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് കാന്തപുരം ഇത് കുറ്റവാളിയായിട്ടുള്ള
ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറങ്ങിയത് എന്നുകൂടി നമ്മൾ ഇത്തരുണത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കാന്തപുരം ഇത്തരത്തിൽ ഇടപെട്ട ശേഷവും ഈ പറയുന്ന തലാലിന്റെ കുടുംബം എതിർത്ത് നിൽക്കുന്നതിൽ ചില കാരണങ്ങളുണ്ട്. മലയാളികളായിട്ടുള്ള കുറച്ച് പേർ പറഞ്ഞു പരത്തുന്ന ചില കാര്യങ്ങളാണ്. തലാലിന്റെ കുടുംബം നെഗോസിയേഷന് വേണ്ടിയിട്ടാണ്, കോടികൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് എന്നൊക്കെ. പക്ഷെ അവർ പണത്തിന് വേണ്ടിയിട്ട് അത്തരത്തിൽ കടുംപിടുത്തം പിടിക്കുന്നവരല്ല എന്ന് അവരുടെ മുൻകാല പ്രവൃത്തികൾ തെളിയിക്കുന്നുണ്ട്. നമ്മൾ ഈ കഥകൾ പുറത്തു വരുന്ന കഥകൾ, യഥാർത്ഥ കഥകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിമിഷപ്രിയയും തലാലും തമ്മിലുള്ള ബന്ധവും തലാലിന്റെ കൊലപാതകവും ഒക്കെ ആ നടന്നിട്ടുള്ള യഥാർത്ഥ കഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ആർക്കും മാപ്പ് കൊടുക്കില്ല. നിമിഷപ്രിയയ്ക്ക് ആരും മാപ്പ് കൊടുക്കില്ല, തലാലിന്റെ കുടുംബം മാപ്പ് കൊടുക്കില്ല. നമുക്കിവിടെ അറിയാം, ഇവിടെ ഇത്തരത്തിൽ കൂടത്തായി ആയാലും മറ്റു പലരുമായാലും അവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന്. അപ്പോൾ ആ ഒരു ചിന്ത മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. എന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കഥയുണ്ട്. ആ കഥ നമ്മളൊന്ന് പരിശോധിക്കണം. ഇവിടെ നിമിഷപ്രിയ നാട്ടിൽ വന്നിട്ട് മടങ്ങി പോകുമ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി പണം സമാഹരിക്കാനാണ് വന്നിരുന്നത് എന്ന്. ആ വരവിൽ തലാല് കൂടി ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. തലാല് മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും തലാലും നിമിഷപ്രിയയും മടങ്ങി പോകുന്ന സമയത്ത്, അതായത് അവർ മാത്രമായി മടങ്ങി പോകേണ്ടി വന്നത് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങുന്നതിന് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ്. അതായത് നിമിഷപ്രിയ മറ്റൊരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് നിമിഷപ്രിയയ്ക്ക് അതിനുള്ളൊരു വരുമാനം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കഴിഞ്ഞു പോകാനുള്ള മാന്യമായ ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വന്തമായൊരു ക്ലിനിക്ക് തുടങ്ങുന്ന ഒരു ആഗ്രഹം വന്നു. അങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടി നാട്ടിൽ വന്നു. വന്ന സമയത്ത് സുഹൃത്തായിട്ടുള്ള തലാലും കൂടെ ഈ നാട്ടിൽ വന്നു മടങ്ങിപ്പോയി. ഇവിടെ നിമിഷപ്രിയയ്ക്ക് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ തിരിച്ചു മടങ്ങിപ്പോയി. ഈ മടങ്ങിപ്പോയിടത്തൊരു സംശയമുണ്ട്. മടങ്ങിപ്പോയതിന് ശേഷം നിമിഷപ്രിയ പഴയ ക്ലിനിക്കിൽ, താൻ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ജോലിക്ക് കയറിയില്ല. പുതിയൊരു ക്ലിനിക്ക് ഇട്ട് ആ ക്ലിനിക്കിൽ അതിലാണ് ജോലി ചെയ്തിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ വെളിപ്പെടാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് തലാലും നിമിഷപ്രിയയും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിട്ടാണോ ഇവിടുന്ന് മടങ്ങിപ്പോയത്? ഞാൻ ഇട്ടുതരാം ക്ലിനിക്ക്, മടങ്ങിപ്പോരെ, നീ അവിടെ പോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകുമോ? പിന്നീട് പണം സംഘടിപ്പിച്ച് തന്നാൽ മതി, അപ്പോൾ നിമിഷപ്രിയയ്ക്ക് ക്ലിനിക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഒരു പുതിയ ക്ലിനിക്കിലാണ് ജോലി തുടർന്നത് എന്ന് പറയുമ്പോൾ ആ ക്ലിനിക്കിന്റെ ഉടമ തലാൽ തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇവിടെ നിമിഷപ്രിയ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 33% ഷെയർ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിനായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ പണം തികയാതെ വന്നപ്പോൾ പഴയ ക്ലിനിക്കുമായി ചേർന്ന് ഒരു കരാർ ഉറപ്പിച്ചിട്ടുണ്ടാകണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ക്ലിനിക്ക് ഇട്ടു. ഒരു പക്ഷേ ഇവർ 3 പേരും കൂടെ ധാരണയിൽ വന്നതിന് ശേഷം തലാലിന്റെ പാർട്ണർഷിപ്പിൽ ഇപ്പുറത്തൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിൽ നിമിഷപ്രിയ മേധാവിയായി അല്ലെങ്കിൽ അവിടെ ജോലിയായി തുടരുകയും ചെയ്തു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ഇവിടെ നിമിഷപ്രിയ വിദേശത്തെത്തിയ ശേഷം, യമനിലെത്തിയ ശേഷം നാട്ടിൽ നിന്ന് പണം അവിടെ ഭർത്താവോ മറ്റാരെങ്കിലും എത്തിച്ചു കൊടുത്തായിട്ട് യാതൊരു തെളിവില്ല. അത്തരത്തിലുള്ള ഒരു തെളിവില്ല. 2017 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നിമിഷപ്രിയ മനോരമയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് 2020 17 ഈ ഇത്തരത്തിൽ പണം ഏതെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിമിഷപ്രിയ 2020 ഇന്റർവ്യൂവിൽ പറയേണ്ടതാണ്, പറഞ്ഞിട്ടില്ല. പിന്നെ നിമിഷപ്രിയ പറയുന്ന ഒരു കളവ് എന്ന് തന്നെ പറയുന്നത് അത് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ നിമിഷപ്രിയ പറയുന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിമിഷപ്രിയയും തലാലും ജയിലിലായിട്ടുള്ള ഒരു സംഭവമാണ്. നിമിഷപ്രിയയും തലാലും ജയിലിലാകുമ്പോൾ അതിന്റെ കാരണം ഇവർ രണ്ടുപേരും ഇല്ലീഗലായി ഒരുമിച്ച് താമസിക്കുന്നു എന്ന പോലീസിന്റെ നിഗമനമാണ്. തൻ്റെ ഭാര്യയാണ് എന്ന് തലാൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. തന്നെ ഭാര്യയെ പലയിടത്ത് അവതരിപ്പിക്കുന്നു. താനൊരു ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, എൻ്റെ നാട് വിദേശത്താണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് യമൻ പോലീസിൽ നിമിഷപ്രിയ പരാതി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പരാതി കൊടുക്കാൻ ചെന്ന സമയത്ത് നിമിഷപ്രിയയും അതേപോലെ തലാലും രണ്ടുപേരും അകത്തായി എന്ന് പറയുന്നു. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇവർ ഇല്ലീഗലായി ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ യമനിലെ നിയമം അനുസരിച്ചിട്ട് അത് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളുന്നില്ല. ഇവിടുത്തെ പോലെ ഡേറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവിടെ സാധ്യമായിക്കൊള്ളുന്നില്ല. അവിടെ വിവാഹിതയാണെങ്കിൽ മാത്രം അന്യപുരുഷൻ സ്ത്രീകൾ ഒരുമിച്ച് താമസിച്ചാൽ മതി എന്നൊരു നിയമം ഉണ്ടെങ്കിൽ അത് അവിടുത്തെ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അവർ രണ്ടുപേരും അകത്തായി. ഇവിടെ നിമിഷപ്രിയ പറയുന്ന രണ്ടാമത്തെ കളവ് വരികയാണ്. അതായത് നിമിഷപ്രിയ പറയുന്നത് തലാലും നിമിഷപ്രിയയും ജയിലിൽ കിടക്കുന്ന സമയത്ത് തലാൽ ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് അവർ രണ്ടുപേരും പുറത്തിറങ്ങിയത്. അതായത് വിവാഹം കഴിഞ്ഞു എന്നുള്ളത്. ഒരിക്കലും ജയിലിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലൊരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ഉണ്ടാക്കിയാൽ തന്നെ അത് കോടതിയിൽ വില പോവുകയില്ല.
കാരണം ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കോടതി വെരിഫൈ ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു രജിസ്ട്രാറെയോ മറ്റാരെയോ സ്വാധീനിച്ച് ചെയ്താലും അതിൽ തന്നെ നിമിഷപ്രിയയുടെ ഒപ്പ് വേണം, എല്ലാം വേണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതായത് ഇവിടെ ഒരു വിവാഹം കഴിഞ്ഞ ഒരു വിവരം നിമിഷപ്രിയ പറയുന്നുണ്ട്, പല കഥകളിലും പറയുന്നുണ്ട്. തലാലിന്റെ വീട്ടിൽ വെച്ചൊരു വിവാഹം നടത്തിയതുപോലെ കാര്യങ്ങൾ നടത്തിയെന്ന് അതിന്റെ ഫോട്ടോസും പലതും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കർമ്മം നടത്തിയപ്പോൾ അത് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാകണം. ആ നടത്തിയിട്ടുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഒരുപക്ഷെ അവർ വാങ്ങിയിട്ടുണ്ടാവില്ല. ഇവിടെ നിമിഷപ്രിയയും തലാലും ജയിലിലായി കഴിഞ്ഞപ്പോൾ ഇവരെ പുറത്തിറക്കാൻ അന്ന് രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒരു പക്ഷേ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തതിനു ശേഷം കോടതി അവരെ വെറുതെ വിട്ടതുമാകും. ഈ ജയിലിൽ കിടന്ന സമയത്ത് തലാല് ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതല്ല, വിവാഹം അതിനു മുമ്പ് ഔദ്യോഗികമായി തന്നെ നടന്നു എന്നാണ്. ഏതായാലും തലാല് ഉദ്ദേശിച്ചത് നിമിഷപ്രിയ എന്നൊരു ഭാര്യയല്ല, ഒരു പണം കായ്ക്കുന്ന ഒരു മരം. ആ പണം കായ്ക്കുന്ന മരം എന്ന നിലയിൽ നിമിഷപ്രിയ ക്ലിനിക്കിൽ വെച്ച് സമ്പാദിക്കുന്ന എല്ലാം അയാൾ എടുത്തുകൊണ്ട് പോകുന്നു. അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാൻ വേണ്ടി നിർബന്ധിക്കുന്നു. സുഹൃത്തുക്കളെ മറ്റുള്ളവരെ കൊണ്ടുവന്നിട്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിക്കുന്നു. നിമിഷപ്രിയ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും കൂടെയുള്ള ഹനാൻ എന്ന മറ്റൊരു സ്റ്റാഫോ, അവർ ഇതിൽ കൊലപാതകത്തിൽ പങ്കാളിയായിട്ടുള്ള ആ സ്ത്രീ യമൻ പൗരയാണെന്ന് പറയുന്നു. അപ്പോൾ അവർ ഇതൊക്കെ സാക്ഷിയായതുകൊണ്ടാണ് ഇതിനൊക്കെ നിമിഷപ്രിയക്ക് കൂട്ടുനിൽക്കുന്നത്. അപ്പോൾ ഏതായാലും വളരെ ഒരു വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു നിമിഷപ്രിയ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മുതലാണ് എന്തുകൊണ്ടാണ് മലയാളി മനസ്സും കാന്തപുരം അടക്കമുള്ള മുഴുവൻ ആൾക്കാരും നിമിഷപ്രിയയെ സഹായിക്കാൻ ഇറങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ തലാല് അത്ര നല്ല ആളല്ല എന്ന് പറയാൻ കാരണം, തലാലിന്റെ കുടുംബം അവിടെ വെച്ച് നിമിഷപ്രിയയെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കറിയാമല്ലോ നിമിഷപ്രിയ ഈ കേരള നാട്ടിൽ മറ്റൊരു രാജ്യത്ത് ഒരാളുടെ ഭാര്യയാണ്, അതിലൊരു മകളുണ്ട് എന്ന് അറിയാലോ. അറിഞ്ഞുകൊണ്ടാണല്ലോ, അതിൽ ബന്ധം വേർപെടുത്തിയിട്ടില്ല, അവർ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, ഇവിടെ ജോലി തേടി വന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അനധികൃതമായി താൻ സ്വന്തമാക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ തലാൽ അത് ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ തലാലിന്റെ കുടുംബവും ആ വിവാഹ ബന്ധത്തിന് തയ്യാറെടുക്കുന്നത്. അതിന് സമ്മതിച്ചുകൊണ്ടാണല്ലോ നിമിഷപ്രിയയും ആ വീട്ടിൽ താമസിക്കുന്നതും അതിന് കൂടെ നിന്ന് കൊടുക്കുന്നതുമെല്ലാം. അതായത് ഇവിടെ ഒരു ഒത്തുകളിയുണ്ട്. ആ ഒത്തുകളിയെ എത്ര തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പിന്നീടാണ് നിമിഷപ്രിയ കുടുങ്ങുന്നത്. ഈ തലാലിന്റെ ഭാര്യ പദവിയിലേക്ക് കടന്നതിന് ശേഷം നിമിഷപ്രിയയ്ക്ക് പിന്നെ താൻ ഒരു പണം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും തൻ്റെ സ്വപ്നങ്ങൾക്കും തൻ്റെ ജീവിതത്തിനും യാതൊരു വിലയുമില്ല, ഒരു അടിമയായി ഇനിയുള്ള കാലം, ശിഷ്ടകാലം താൻ ഇവിടെ ജീവിക്കേണ്ടി വരും എന്ന് നിമിഷപ്രിയ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു ധാരണ മനസ്സിൽ വരുന്നത്. പക്ഷെ അങ്ങനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. കാരണം ഈ വിവാഹ കർമ്മം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പാസ്പോർട്ട് തലാല് കൈപ്പെടുത്തിയിരുന്നെന്ന് പറയുന്നു. ഒരു പക്ഷേ വിവാഹം കഴിച്ചാൽ പാസ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ട് മുമ്പേ പാസ്പോർട്ട് കൈവശപ്പെടുത്തിയ ശേഷം തലാല് ചതിച്ചതുമാകാം. അങ്ങനെ പലതും ചെയ്യാം. കാരണം അയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് പറയുന്നു, ഒരു നല്ലൊരു വ്യക്തി ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ചതിച്ച് ഒരു പക്ഷേ നിമിഷപ്രിയയെ ആ വിവാഹ കാര്യത്തിലേക്ക് വെച്ചതുമാകാം. പക്ഷെ അവരുടെ ഫോട്ടോസും മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ അത് തോന്നുന്നില്ല. അവിടെ എന്തൊക്കെയോ ചില മുതലെടുപ്പുകൾ നടത്തിയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. തലാലിനെയോ തലാലിന്റെ കുടുംബത്തെയോ പൂർണ്ണമായി നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. നിമിഷപ്രിയയ്ക്കും കുറച്ചൊക്കെ അതിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഏതായാലും അതൊരു വലിയ ചതിയായിരുന്നു. തന്റെ ജീവിതം കോഞ്ഞാട്ടയായി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ, പാസ്പോർട്ട് കിട്ടണം. ഇതിനിടയിൽ നിമിഷപ്രിയ എംബസിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എംബസിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു പത്രപരസ്യം നടത്തണമെന്നും അതൊക്കെ നടത്തിയ ശേഷം രേഖ കൊണ്ടുവന്നാൽ പാസ്പോർട്ട് തരാമെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. യമനിൽ ഒരു എംബസി ഇല്ലാത്തത് കൊണ്ട് ജിബൂട്ടി എംബസി ആയാലും സൗദി അറേബ്യ എംബസി ആയാലും ഇത്തരത്തിലുള്ള ഒരു പരസ്യം മറ്റു കാര്യങ്ങൾ ഇതൊക്കെ നിമിഷപ്രിയക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയാം. കാരണം എങ്ങനെയായാലും അത്തരത്തിലൊരു പത്രപരസ്യം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ തലാൽ അറിയുകയും അല്ലെങ്കിൽ തലാലിന്റെ കുടുംബം അറിയുകയും മറ്റുള്ളവർ അറിയുകയും ചെയ്യും. അത് കൂടുതൽ വഷളാകുമെന്നത് കൊണ്ട് നിമിഷപ്രിയ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഒരു പാസ്പോർട്ട് കിട്ടണം, അതിന് ഏത് വിധേനയും വിവാഹബന്ധം വേർപെടുത്തണം. അതിന് മറ്റാരുടെയോ സഹായത്തോടു കൂടി ഇയാളെ മയക്കുമരുന്ന് കുത്തിവെപ്പിച്ച് മറ്റെവിടെയെങ്കിലും എത്തിച്ച് മർദ്ദിച്ചിട്ടോ ഇനി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ തനിക്ക് നിമിഷപ്രിയവുമായി യാതൊരു ബന്ധമില്ല എന്നും അല്ലെങ്കിൽ വിവാഹം ഡിവോഴ്സ് കൊടുക്കാമെന്നും ഒക്കെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിമിഷപ്രിയയെ രക്ഷപ്പെടാൻ വേണ്ടി എന്തോ നടന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മരുന്ന് കുത്തിവെക്കലും മയക്കലും ഒക്കെ ഉണ്ടായത്. പക്ഷേ തലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം മരുന്നുകളൊന്നും ഏൽക്കില്ല. കാര്യം അതിനേക്കാളും വലുതാണ് അയാളെ മേത്തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡോസിൽ കൊടുത്ത്, അതായത് കെറ്റാമിൽ എന്ന് പറയുന്ന ആ മെഡിസിൻ അത് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ മാത്രം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൊടുക്കേണ്ട ഒരു മെഡിസിൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അത് അമിത അളവിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും
അത് അയാളുടെ ബോഡിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു. പക്ഷേ ഇവർ ഉദ്ദേശിച്ചേക്കാൾ ഒരു പടി കൂടി കടന്ന് അയാൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. മരിക്കുമെന്നൊരു പക്ഷേ നിമിഷപ്രിയ കരുതിയിട്ടുണ്ടാകില്ല. അതായത് മരിക്കാൻ വേണ്ടി കുത്തിവെച്ചതല്ല. പക്ഷേ നിമിഷപ്രിയയ്ക്ക് ഒന്നറിയാം, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യും, ബന്ധപ്പെട്ട പരിശോധന നടത്തും. അങ്ങനെ പരിശോധനകൾ നടത്തുമ്പോൾ കെറ്റാമിൻ എന്ന ഒരു മരുന്ന് ഇതിന്റെ ശരീരത്തിൽ ഉണ്ട്, അത് വന്നാണ് മരണപ്പെട്ടത് എന്ന് മെഡിക്കൽ വിഭാഗം അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ താനും തൻ്റെ സഹപ്രവർത്തകയും രണ്ടുപേരും തൂക്കിലേറ്റപ്പെടുമെന്ന് നിമിഷപ്രിയയ്ക്ക് അറിയാം. അതായത് കൊല്ലപ്പെടുമെന്ന് നിമിഷപ്രിയയ്ക്ക് വെട്ടി നുറുക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. പിന്നെ ഒരു മാർഗം ആ കെറ്റാമിൻ എന്നുള്ള ആ മെഡിസിൻ കുത്തിവെച്ചു എന്നുള്ളത് ഒഴിവാക്കൽ എന്നതാണ്. പിന്നെ ഈ ബോഡി മറവ് ചെയ്യൽ എന്നാണ്. ഇത് രണ്ടിനും അവർക്ക് തോന്നിയ പൊട്ട ബുദ്ധി എന്നത് മുറിച്ച് കഷ്ണങ്ങളാക്കി എവിടെയെങ്കിലും ഒളിപ്പിക്കുക എന്നുള്ളതാണ്. മുറിച്ച് കഷ്ണങ്ങളാക്കിയ ശേഷം അവർക്ക് കിട്ടിയത് ഒരു വാട്ടർ ടാങ്കാണ്. അവർ അതിലേക്ക് നിക്ഷേപിച്ചു. അതാണ് അവർക്ക് വിനയായതും. വീണ്ടും ഞാൻ ചോദിക്കുന്നു, തലാൽ എന്ന് പറയുന്ന തൻ്റെ സ്പോൺസറെ കൊന്ന് ഈ രീതിയിൽ കൊത്തി നുറുക്കി വാട്ടർ ടാങ്കിൽ ഇട്ട ഒരു സ്ത്രീ, അല്ലെങ്കിൽ അബദ്ധത്തിൽ കൊന്നു സംഭവിച്ചു, എന്നിട്ട് അതിനെ കൊത്തി നുറുക്കി അത്രയും ക്രൂരയായ ഒരു സ്ത്രീ, ഒളിപ്പിച്ച ഒരു സ്ത്രീ, അതിനെ, അതായത് കുറ്റവാളിയായിട്ടുള്ള ഒരു സ്ത്രീയെ എന്തിനാണ് കാന്തപുരം അടക്കമുള്ളവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നിമിഷപ്രിയയ്ക്ക്, ഞാൻ അടക്കമുള്ളവർ എന്തിനാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിമിഷപ്രിയ തലാലിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇവിടെ യമനിലേക്ക് പോയത്. കുറ്റം ചെയ്യുമ്പോൾ സാധാരണ എന്തിനിത് ചെയ്തു എന്ന് ആരും ചോദിക്കാറില്ല. പക്ഷെ നമ്മൾ സാമാന്യ ജനം എന്തിനിത് ചെന്ന് ചോദിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് തൻ്റെ മകളെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ കോടതി വെറുതെ വിട്ടപ്പോൾ പിതാവ് അയാളെ വെടിവെച്ചു കൊന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു. ആ വെടിവെച്ചു കൊന്ന പിതാവിന്റെ കൂടെയായിരുന്നു ജനം. പിന്നീട് കോടതി തെളിവില്ലാതെ പിതാവിനെ വെറുതെ വിട്ടു. തെളിവില്ലാത്തതാണോ എന്നറിയില്ല. ഏതായാലും അതായിരുന്നു നീതി എന്ന് ജനം വിധിയെഴുതി. എന്തുകൊണ്ടാണ്? ആ സാഹചര്യങ്ങളും കഥയും അറിയാവുന്നത് കൊണ്ടാണ്. അതുപോലെ ഈ സാഹചര്യങ്ങളും ഈ കഥയും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിമിഷപ്രിയ എന്ന ഒരു സ്ത്രീ, നമ്മുടെ നാട്ടുകാരി, രക്ഷപ്പെട്ട് ഇവിടെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത്രത്തോളം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകം നടന്ന ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള, അതായത് യമൻ ഒരു ഭരണകൂടമില്ല, ഒരു അത്തരത്തിലുള്ള സംവിധാനമില്ല, അവർക്ക് തോന്നുമ്പടിയാണ് കാര്യങ്ങൾ. അതായത് അവിടുത്തെ സംവിധാനം അനുസരിച്ച് ഒരു പക്ഷേ നാളെ നേരം കൊടുക്കുമ്പോൾ കൊന്നേക്കാം എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരും കൊല്ലും, ശിക്ഷ നടപ്പിലാക്കും. അപ്പോൾ ഏത് നിമിഷവും താൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടേക്കാം എന്ന ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്. അവരുടെ മാനസിക വ്യഥ, കുറ്റബോധം, ചെയ്തിട്ടുള്ള അതുവരെ അനുഭവിച്ചിട്ടുള്ള പീഡന വ്യാധികൾ, ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഷാർജയിലെ കേസ് പറഞ്ഞത്. അതുവരെ അനുഭവിച്ചിട്ടുള്ള ഭർത്താവിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെല്ലാം സഹിക്കാൻ വയ്യാതെ ആ ഭർത്താവിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വരുന്നത് വലിയൊരു പീഡനമാണ്, ഒരു പീഡന കഥകളാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു കൂമ്പാരമാണ് വന്നു കയറുന്നത്. അതുപോലെ ഈ തലാൽ എന്ന് പറയുന്ന ഈ വ്യക്തി നടത്തിയിട്ടുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും, അതിന് അപ്പുറമാണ് പിന്നീട് വരുന്ന പീഡനങ്ങൾ, ഈ നിയമപരമായി ലഭിക്കുന്ന മാനസിക പീഡനങ്ങൾ. അപ്പോൾ ആ മാനസിക പീഡനം എല്ലാം അനുഭവിച്ചു വരുന്ന നിമിഷപ്രിയ എന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് രക്ഷപ്പെട്ട് വരട്ടെ, അതിനുള്ള ശിക്ഷ അത് അനുഭവിച്ചു കഴിഞ്ഞു എന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ്, ആ ഭാഗം കൂടി ചിന്തിച്ചിട്ടാണ്. കാരണം നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ വേറെ മാർഗ്ഗമില്ല, പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തലാൽ കൊടുക്കണം. അവിടെ നിയമപരമായി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം തലാലിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ, രേഖാമൂലം കോടതിയിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പാസ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരുപക്ഷെ പുരുഷ മേധാവിത്വം ഉണ്ടായിരിക്കാം, സ്ത്രീകൾ ഒരുപക്ഷെ ഭാര്യമാരല്ലേ, അത് ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ കിടക്കേണ്ട ഒരു കാര്യമായിരിക്കാം, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്തായാലും നിയമ സംവിധാനങ്ങൾ അവിടുത്തെ പൗരനോടൊപ്പം നിൽക്കും. പാസ്പോർട്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, ഭാര്യയല്ലേ. അപ്പോൾ ബന്ധം വേർപെടണം. അപ്പോൾ ബന്ധം വേർപെടണം എന്നുണ്ടെങ്കിൽ ഏത് വിധേനയും അത് നേടിയെടുക്കണം. അപ്പോൾ ഭാര്യ പദവി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ശ്രമിച്ചു. അത് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനാണ്. തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലി, ആ ജോലിയിൽ ശമ്പളമെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല, സ്ഥാപനവുമില്ല. ഈ തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടിമയായ ശിഷ്ടകാലം കഴിയേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടു കൂടി മയക്കുമരുന്ന് കുത്തിവെച്ച് ഇയാളെ മയക്കി. ഇനി പാസ്പോർട്ട് കിട്ടുമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വിവാഹ വേർപെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാം, അങ്ങനെ ആരെങ്കിലും സഹായം തേടാമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. ഇതൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് തലാലിന്റെ കുടുംബത്തിനറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ മാപ്പ് എന്ന ഒരു ധാരണയിലേക്ക് എത്തുമ്പോൾ അത് സംസാരിക്കാൻ ഇരുന്നതും
അതുപോലെ കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ച് വധശിക്ഷ നീട്ടിവെച്ചതും വെറുതെ അല്ല. ഏതായാലും നിമിഷപ്രിയ യമനിലേക്ക് പോയത് തലാലിനെ കൊല്ലാനല്ല എന്നും മരുന്ന് കുത്തിവെച്ചത് തലാലിനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലായിരുന്നു എന്നും നമുക്കറിയാവുന്നത് കൊണ്ട്, ഒരു അബദ്ധത്തിൽ സംഭവിച്ച മരണമായതുകൊണ്ട്, അത് എന്തിനു വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട്, രക്ഷപ്പെടാനുള്ള ഒരു നെട്ടോട്ടത്തിനിടയിൽ ചെയ്തുപോയ ഒരു കാര്യമായതുകൊണ്ട്, അത് മറച്ചുവെക്കാൻ വേണ്ടി ബാക്കി അതിലും വലിയ കുറ്റകൃത്യം ചെയ്തുപോയി എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട്, സർവോപരി നിമിഷപ്രിയ നമ്മുടെ നാട്ടുകാരിയാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് നമ്മളൊക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടത് കൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യമനുസരിച്ചിട്ട് വരുമ്പോൾ ഒരു മനുഷ്യജീവന്റെ വില അറിയാവുന്നത് കൊണ്ട്, ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് അയാൾ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ മാപ്പ് കൊടുത്തുകൊണ്ട് അയാളെ ഒരു നല്ല മനുഷ്യനായി തുടർന്ന് ജീവിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കുന്ന കാന്തപുരം അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തലാലിന്റെ കുടുംബത്തിന് കൂടി സംസാരിച്ചുകൊണ്ട് നിമിഷപ്രിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കിയാലും എന്തൊക്കെ ചെയ്താലും തടസ്സമായി നിൽക്കുന്നത് നമ്മളിൽ ചില മലയാളികളാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ മലയാളികളും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി, തുടർന്നുള്ള ഒരു നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അതിനുവേണ്ടി ഇനി ചെയ്യാൻ കഴിയുന്നത് കാന്തപുരത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലുള്ള കുറച്ച് മലയാളികൾക്കാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മടി. രാഷ്ട്രീയ മത വിദ്വേഷങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട, ഒരുപാട് ബുദ്ധിമുട്ടിയ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് കാന്തപുരം ഇടപെട്ടിട്ടുള്ളത്. അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രയത്നിക്കാം, അതിനെ രക്ഷിച്ചു കൊണ്ടുവരാം. വരട്ടെ എന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.